Hello friends, welcome back to my channel. It's my favorite game. അപ്പോൾ നമ്മൾ ഇന്നൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മെറ്റൽ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ നമ്മൾ ഏതൊരു അയൺ കേജിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയ്ക്ക് ഞാനൊരു 10 ലൈക്കാണ് പറയുന്നത്. നിങ്ങൾ 10 ലൈക്ക് തരികയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ സീരീസിൻ്റെ പാർട്ട് 2 ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. നാളെ ഈ വീഡിയോ അപ്പോൾ ഇവൻ പറയുന്നത് ഇപ്പോൾ ഈ പ്ലേസിൽ എനിക്ക് ഓടണം. ഈ സംഭവം കഥ ഞാനൊന്ന് ജസ്റ്റ് വിവരിച്ചു തരാം. ഇവൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോവുക. അപ്പോൾ ഇവൻ ഇങ്ങനെ പോകുമ്പോൾ നല്ല ഇരുട്ടുള്ള സമയത്താണ്. അപ്പോൾ ഇവൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്. അപ്പോൾ ഇവൻ പുറകോട്ട് നോക്കിയപ്പോൾ ഒരു മാസ്കൊക്കെ ധരിച്ച ഒരാൾ, ഒരു ഭീകര രൂപത്തിൽ മാസ്കൊക്കെ ധരിച്ച ഒരാൾ ഇവൻ അടിച്ചു വന്നു. എന്നിട്ട് ഇവൻ്റെ തലയ്ക്ക് അടിച്ച്. പിന്നെ ഇവന് ഒന്നും ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇത് പ്രത്യേകിച്ചൊരു ഇതുമില്ല, ഒന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത് ഫുള്ളൊന്ന് അടിച്ചു പറിച്ചു നോക്കാം. ലോക്ക് ബോക്സ്. അപ്പോൾ അവിടെ ഒരു കീ വേണം ഗൈസ്. ഇവിടെ ഒരു കീ ആവശ്യമുണ്ട്. അത് മനസ്സിലായി. ഇത് വെച്ച് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിനായിട്ട് തന്നെ ഒരു കീ ഉണ്ടാവും ഗൈസ്. ഇതിനായിട്ട് തന്നെ ഒരു കീ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് തപ്പണം. അപ്പോൾ നോക്കാം ഗൈസ്. ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. എന്തെങ്കിലും ഐറ്റം കിട്ടുമോ ഞാൻ നോക്കട്ടെ. ഇവിടെ പെട്ടിയിലൊന്നുമില്ല, പിന്നെ അതിൻ്റെ അടിയിലൊന്നുമില്ല. പിന്നെ ഗൈസ് ഇവിടെ എന്തൊക്കെയോ മെഷീനൊക്കെ ഉണ്ട്, കറണ്ട് പോകുന്ന എന്തൊക്കെയോ. നോ ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ഒരു താഴത്തൊരു കട്ടായ വയറുണ്ട്. അത് ടേപ്പ് വെച്ച് ഒട്ടിക്കാനായിരിക്കും. ഇതിനെന്തോ ഒരു ആണി പോലത്തെ എന്തോ സാധനം വേണോ. ഇവിടെ ഒരു പിക്ചറാണ്, ഒരു പിക്കാക്സിൻ്റെ ഒരു പിക്ചറാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഷെൽഫിൻ്റെ ഉള്ളിലൊന്നുമില്ല, ഇതിൻ്റെ അടിയിലും ഇല്ല. ഒരു കട്ടിൽ പോലത്തെ ഒരു സാധനം ഉണ്ട്. ഇത് സ്റ്റോറേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. സ്റ്റോറേജ് എന്നൊക്കെ പറയാം. ഓ ഗൈസ്, ഇതാ ഒരു ചുറ്റിക. നമുക്ക് ഈ ചുറ്റിക ഇപ്പോൾ ഞാൻ എന്തിനാണ് പൊട്ടിക്കുക? മെയിൻ ഡോറിനെ പൊട്ടിക്കാൻ പറ്റില്ല. മെയിൻ ഡോർ ഫുൾ സെക്യൂരിറ്റി സാധനമാണ്. ഇത് പൊട്ടിക്കാൻ ഇവിടെ ഇലക്ട്രിക് ഡോർ. ഓ ഗൈസ്, ഇതാ ഒരു ചാവി. അതെങ്ങനെ ഇറക്കുക? ഈശ്വരാ, ഞാൻ വെറുതെ അയ്യോ ഈശ്വരാ ഓടിക്കോ ശിവനെ. എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ല രാമോ. ഓക്കെ, ഒന്നും ഇവൻ ഇപ്പോൾ പറഞ്ഞ ഞാൻ എന്തെങ്കിലും സംഭവങ്ങൾ എന്തെങ്കിലും പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ ലേശം സൗണ്ട് ഒന്ന് കൂട്ടട്ടെ. അല്ല, കുറച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറവിളിച്ചോ. ഇവൻ ചോദിക്കുന്ന പറഞ്ഞാൽ ഇവൻ എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും ഓപ്പൺ ആക്കിയിട്ടുണ്ടോ. ശരി, ഞാൻ വല്ല ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ടോ? സൗണ്ട് കൂട്ടിയില്ലേ? അങ്ങനെ ഒന്നും ഓപ്പൺ ആക്കി ഇട്ടില്ല എന്നാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. ഓക്കെ ഗായ്സ്, നമുക്ക് നോക്കാം. 3 മിനിറ്റ് വീഡിയോ കിട്ടാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റ്. പിന്നെ നിങ്ങൾ പറയുന്ന ചില ഹൊറർ ഗെയിം എക്സ്പെക്റ്റൊക്കെ ഞാൻ നോക്കുന്നതായിരിക്കും. അതായത് ഗ്രാനി, പിന്നെ വേറെ ഗെയിംസിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഓ ഗൈസ്, അവനെന്തോ ഇമാജിനേഷൻ ആണെന്ന് പറഞ്ഞ് ഓൻ പോയി. ഇനി നമുക്ക് രക്ഷപ്പെടാൻ വിടുന്നു. എനിക്ക് തോന്നി ഈ വീഡിയോ തന്നെ ഞാൻ എന്തായാലും എസ്കേപ്പ് ആകും. എനിക്ക് ഉറപ്പാണ്. ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കാണാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കുറച്ച് നേരം ഇവിടെ നോക്കാം. ഞാൻ ആദ്യമായിട്ടല്ലേ കളിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പോലോ പൂർത്തി സ്പോൺ ആവില്ല. ഇന്ന് സ്പോൺ ആയാലോ. ഒരു സ്പോണല്ല, ഞാൻ തുറന്നു വന്നില്ല. അപ്പോൾ ഇത് തുറന്നു നോക്കുക. ഒരു ആക്സോബ്ലേഡും കിട്ടി, ഒരു ടേപ്പ് കൂടി. ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഈ ടേപ്പ് ഇവിടെ ഒട്ടിച്ച് വയ്ക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അത് ഒട്ടിച്ച് വെച്ചതിന് സുഖമായി. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. പിന്നെ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ എന്തോ പാസ്വേഡ് അടിക്കണം ഗൈസ്. എന്തോ പാസ്വേഡ് അടിക്കണം. 1 2 3 അല്ലാതെ എന്തായാലും ആവില്ല. അതില്ല, ആദ്യം തന്നെ പാസ്വേഡ് എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു എസ്കേപ്പ് ആവില്ലല്ലോ. ഓക്കെ, ഇത് പുറത്തിറക്കണ്ടോ? ഇപ്പം മുഴുവനായിട്ട് പുറത്തിറങ്ങിയാണ്. ഗൈസ് നമുക്ക് നോക്കാം. അവിടെ ഒരു 0 0 പിന്നെ ഒരു നമ്പർ 3. അതവിടെ ഗൈസ് 3 ഉണ്ട്. പിന്നെ അതാ ഒരു 1 ഉണ്ട്. പിന്നെ ഒരു നമ്പറും കൂടെ വേണം ഗൈസ്. ഇപ്പം ഇവിടെ വേറെ നമ്പറൊന്നും ഞാൻ കാണുന്നില്ല. അല്ല, ഈ പേപ്പറിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടാവുമോ? പക്ഷെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ഞാൻ. ഈ മാക്സ് എന്ന് പറയുന്ന ഒരാളുണ്ട് ഗൈസ്. ഇവിടെ ഒരു മാക്സ് എന്ന് പറയുന്ന ഒരാൾ കൂടിയുണ്ട്. അത് ഞാൻ ഇപ്പോൾ നമുക്കൊരു ചാവി കിട്ടി. അതിൻ്റെ ഉള്ളിൽ കിട്ടിയ അതിൻ്റെ ഉള്ളിൽ ഒരു ലെറ്റർ കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മാക്സ് എന്ന് എഴുതിയിട്ട് മാക്സ് 0
3 1 അയ്യോ 3 പിന്നെ ഒരു 1 പിന്നെ ഇതാ ഈ പെട്ടീൻ്റെ ഇവിടെ ഈ പെട്ടിയിലൊരു 1 ഇനി ഒരു നമ്പറും കൂടെ കിട്ടും. നമുക്ക് ആദ്യം ആ നമ്പർ അടിച്ചിട്ടാം. ഇനി പെട്ടെന്ന് ഇരിക്കുകയോ സംഭവിക്കുന്നത് സംഭവം ഇത് വേറെ ചിലപ്പോൾ അല്ല പെട്ടെന്നായിരിക്കും ഇത് അടിച്ചു വെച്ചേക്കാം. സ്കിപ്പ് പാസ്വേഡ് എൻട്രി ഫോർ ആഡ്സ് എന്തായാലും നമ്മൾ അതെന്തെങ്കിലും നിൽക്കില്ല. നമ്മളെന്തായാലും നമ്പർ തന്നെ അടിച്ചു നോക്കുള്ളൂ. ഓക്കെ ഗൈസ് ഞാൻ നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടോ നമ്മളിപ്പോൾ അതാ ഗൈസ് ഒരു 6 ഉണ്ട് അവിടെ. ആ 6 കൂടെ അപ്പോൾ റെഡിയാന്ന് തോന്നുന്നു. ഈ 6 കൂടെ ഞാൻ അടിക്കാണ്. ഓ ഗൈസ് പൊട്ടി പെട്ട് ഒന്നും ഞാൻ തുറന്നൊന്നും ഇട്ടില്ലല്ലോ. കുനി അയ്യോ എന്താടി ഞാൻ പുറത്തേക്ക് പോന്നു. ഉള്ളിൽ കയറി അടക്കി അവിടെ കുറച്ച് വെക്കാം ഗൈസ്. ഒന്നും പ്രത്യേകിച്ചൊരു പ്രശ്നമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. വരുന്നില്ല വരില്ല. നീ വരാൻ പോലെ വന്ന് ഗൈസ്. ഒന്നുമില്ല. സമാധാനം. ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ സൗണ്ടൊക്കെ കുറയ്ക്കാൻ മാക്സിമം ശ്രമിക്കും. ഓക്കെ നമുക്ക് അപ്പോൾ അതുമല്ല കൂടി ഇനി ഞാൻ കോഡിനി തപ്പി തറക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതുമല്ല വേറെ ഒന്നും കൂടെ അടിക്കണം. അപ്പോൾ ഒന്നും കൂടെ മാറ്റിയിട്ട് ഇപ്പോൾ 6031 അടിച്ചു നോക്കാം. അതായാൽ മതിയായിരുന്നു. എന്തെങ്കിലും അതുമല്ല ദോശക്ക് വേണ്ടിക്കോ. അതുമല്ല ഗൈസ് ഇപ്പോൾ ഏതായിരിക്കും ഉണ്ടാവുക അല്ലേ? ഏതാ നമ്പർ ഒന്നും മനസ്സിലാക്കില്ല. ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ അത് കളിക്കുന്നത്. എന്തായാലും ഈ ദിവസം തന്നെ എനിക്ക് എസ്കേപ്പ് ആകാൻ പറ്റുന്നു ഞാൻ വിചാരിക്കുന്നു. എസ്കേപ്പ് ആകാൻ പറ്റുന്നു. നമുക്ക് ഇതിൽ കുറച്ച് ഗ്രാനിയുള്ള മാതിരി ലൈഫ് കുറച്ച് ഉണ്ടാവുള്ളൂ. അത് ഞാൻ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കണ്ടില്ലേ ഇതിൻ്റെ ലൈഫ് ഇത് 3 പ്രാവശ്യം 2 പ്രാവശ്യം ഇത്ര ചത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളിക്കാൻ പറ്റില്ല. പിന്നെ എടാ ഞാൻ എന്തിലാക്കിയോ ഞാൻ ഇങ്ങോട്ട് നോക്കിക്കാം. അതാകുമ്പോൾ ഒന്നും ആക്കൂല. വേണ്ട അങ്ങോട്ട് നോക്കിക്കാം. ഇമാജിനേഷൻ നമുക്ക് ഫുൾ ഇമാജിനേഷനാ. ഇപ്പോ എനിക്ക് പേടി കിട്ടിയ നമുക്ക് പോലീസിന് പുറത്തിറങ്ങാം. അയ്യോ ഞാൻ ഇത് പിന്നെ എന്താ സംഭവം 0 ഫസ്റ്റ് ഇതിപ്പോ അതാ മനസ്സിലാവാത്ത. എന്തായാലും നമുക്ക് ഇവിടെ എന്തെങ്കിലും ലെറ്റർ ഉണ്ടെങ്കിൽ അതിലുണ്ടാവുമല്ലോ. വേറെ വല്ല ലെറ്റർ ഉണ്ടോ നോക്കണേ. ഇത് എനിക്ക് വേറെ നമ്പർ ഇപ്പോൾ ഏത് നോക്കുക. അങ്ങനെയൊന്ന് ഫുള്ള് നോക്കി നോക്കണേ. 1360 അടിച്ചു നോക്കിയാലോ. അത് അല്ല 06 എന്താ അടിച്ചു നോക്കാം. ശരാ വർക്ക് ചെയ്യണേ. ശരാ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇരിക്കുന്നു ഓഫാക്കുക. നേരെ കൊണ്ടുക കുഞ്ഞിയ ഇതിൻ്റെ ഡോറിൻ്റെ അടിയിലെത്തിക്കുക. എന്താ ഈ എപ്പിസോഡ് നമ്മൾ എന്തായാലും ആ മുടീൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ എന്തായാലും എസ്കേപ്പ് ആവണം. അല്ലെങ്കിൽ നമ്മൾ പെടും. ഞാനെന്തിന് പണി വെച്ചോ? ശരി ഒന്നുമില്ല ചേട്ടാ. ഗോൾഡ് ഡിമെൻഷൻ പൊയ്ക്കോ. ഒരു പണിയും ഞാൻ ഒപ്പിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ഈ കൂട് തപ്പാൻ കുറേ സമയം എടുക്കും. ഞാൻ എന്തായാലും കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്യും ഗൈസ്. ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഗൈസ് കുറേ മണിക്കൂറത്തെ കഷ്ടപ്പാടിനോട് ഞാൻ എന്തൊക്കെയോ യൂട്യൂബിലൊക്കെ നോക്കി കുറേ നേരം. അപ്പോൾ പറയും നമുക്ക് ഈ കലണ്ടറിൻ്റെ ഈ സാധനം ഇതൊന്നും നോക്കാണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്ന് 14 ദിവസം 14 ഫെബ്രുവരി ഇല്ല ഡിസംബർ 14 2013 സാറ്റർഡേ. അപ്പോൾ നോർത്ത് നിന്ന് സൗത്ത് നിന്ന് ഈ കലണ്ടറിൽ നമ്മൾ 14 ദിവസത്തിൻ്റെ നൈറ്റ് മോർണിംഗ് ഡേ ഈവനിങ് അതിൽ ഏതിലും ഒന്നിൽ എന്തോ നമുക്ക് ചെയ്യാനുണ്ട്. അതെന്തോ ഞാൻ നോക്കുന്നത്. അതിലൊന്നും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ടെമ്പറേച്ചർ എവിടെയും കാണിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലാവും. ഗൈസ് മാത്സിൻ്റെ ലെറ്ററിൽ വല്ലതും ഉണ്ടോ? അല്ല എന്താ ഓൻ്റെ പേര് മറന്നേ.
മാക്സിൻ്റെ ലെറ്ററിൽ വല്ല ഉണ്ടാവും. ഒരു തണുപ്പ് പോലെ ഇത് കാറ്റ് ഇങ്ങോട്ടാണ് വീശുന്നത്, അതായത് അങ്ങോട്ട്. അപ്പോൾ നോർത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് നോർത്തുള്ളത്. അപ്പോൾ 0, പിന്നെ 3, പിന്നെ 6 കൊടുക്കുക, പിന്നെ 1 കൊടുക്കുക. മാത്സിൻ്റെ ബുക്കിൽ, അതായത് മാത്സിൻ്റെ ഡയറിയിൽ നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് എന്ന് പറയുന്ന നമ്പർ ഇതാണ്. ഓ ഗൈസ്, എനിക്ക് തോന്നി മാത്സിൻ്റെ ബുക്കിൽ അങ്ങനെ. ഞാൻ കുറേ നേരം തപ്പി ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ കിട്ടിയതാണ്. അയ്യോ, ഇത് പുറത്ത് പോയി ഇങ്ങനെയാ. അപ്പോൾ ഡോറ് തന്നേ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, ഇതിൻ്റെ ഉള്ളിലും ഒന്നുമില്ല, ഇതിൻ്റെ ഉള്ളിലും ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഗൈസ് കുറേ ചോരുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ മാത്രമല്ല, കുറേ പേര് ചത്തിയുണ്ട്. ഇവിടെയൊന്നുമില്ല, ഇവിടെയൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ. പിന്നെ ഇവിടെ ഉള്ള ഫുൾ ഞാൻ അടിച്ചു വെച്ച്. ഇനി ഇവിടെ ഉണ്ടോ? ഓക്കെ, ഇതാ മുകളിൽ. ഇതെന്താ തുറക്ക? ഡോറടിച്ചില്ലെങ്കിൽ ഓന് മനസ്സിലാവും ചിലപ്പോൾ. ഓ പൊട്ട്, ഓട്, ഉളുക്കി, അല്ല കുനി, അടക്കി. നിങ്ങൾ അറിയിട്ട് കാണാൻ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം. ഓനിപ്പോൾ വരുന്നൊക്കെ തോന്നുന്നു. ഇവൻ 7ാമത്തെ മിനിറ്റ് ആകുമ്പോൾ വരും ഗൈസ്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഓടിക്കണം, അല്ലാണ്ട് 1ാമത്തെ മിനിറ്റിൽ അവൻ വരുന്ന വിചാരിച്ചാ എന്തെങ്കിലും ഓണാക്കിണ്ടോ? ആ കലണ്ടർ വല്ലതും മാറിപ്പോയോ? പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ഇത്രയും പ്രാവശ്യം അവന് ഗോഡ് ഡൈമെൻഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ, വേറെ ഒന്നും കിട്ടിയില്ല. ഭാഗ്യം. ഒന്നും കൂടെ നമുക്ക് തുറന്ന് ഡോർ ഓപ്പൺ, ക്ലോസ് ചെയ്യേണ്ട, പുറത്തിറങ്ങണം. പിന്നെ നമുക്ക് ചക്ക അതിലെന്താ വീണോ നോക്കട്ടെ. എനിക്ക് മനസ്സിലായി, ഇത് ലിവർ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മറ്റേ ഈ സാധനം, ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനത്തിന് ലിവർ എന്താ സാധനം. ഇത് തുറന്നു. ഇതെന്താ സാധനം? എടുക്കാം. ഫ്രഞ്ച് ഇപ്പോൾ എവിടെ യൂസ് ചെയ്യുക? ഈ വാഷ് ബേസിൻ്റെ എവിടെ എന്തുകൊണ്ട് ഇതാ ഈ സാധനം. ഓക്കെ, ഈ തള്ളട്ടെ. അയ്യോ, സ്ക്രൂ ഡ്രൈവർ കിട്ടി ഗൈസ്. ഇതിപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? ഇവിടെ എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇവിടെയാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ആളെ? ബോൾട്ട് കട്ടറോ ഗൈസ്. ഇത് വെച്ച് ഇത് സാധനം പൊടിക്കാം. ഇതിൽ എന്താ കിട്ടിയ? നെയിൽ പുള്ളർ എന്തിനാ സംഭവം? അതെന്തില്ലാട്ടെ. ഞാൻ ഇതെന്താ സാധനം? ആസിഡാണെന്ന് തോന്നുന്നു. ഓ, പാർട്ട് ഓഫ് പാർട്ട് എ. ഓ ഗൈസ്, ഇവിടെ ഞാനൊന്ന് കണ്ടില്ല. ഇത് പക്ഷെ ഇപ്പം ഇങ്ങനെ എടുക്കും ഗൈസ്. ഇതിൻ്റെ ഈ സാധനം ഉണ്ട്, ഇത് വെച്ചെടുക്കാൻ പറ്റും. ഓ, ഇത് എടുത്ത് കലണ്ടർ അവിടെ തന്നെ. ഇല്ലെങ്കിൽ ഓൻ വന്ന് അവളെ റിലീസ് ചെയ്യും അവിടെ നിന്ന്. ഓക്കെ, പിക്കറ്റ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഓ ഗൈസ്, കിട്ടി. അതായത് ഇത് ബോക്സിൻ്റെ. അയ്യോ, ഒരു മിനിറ്റ് ഗൈസ്. അത് ഓക്കെ തന്നെയാണ്. ഓടിക്കൂ ചേട്ടാ. ഇവിടെ നോയ്സ് ഉണ്ടാക്കുന്ന ഞാനല്ലേ, ഏതോ കറണ്ട് ഇല്ല. ഓഫാക്ക് ചേട്ടാ, ഞാനൊന്നും ചെയ്തില്ല. 15 സെക്കൻഡ്. ഓക്കെ, ഭാഗ്യം. ഇപ്പം പോയി കറങ്ങിയൊന്നും അടിക്കണ്ട. അപ്പം പോയി കറങ്ങി അടിച്ചതിനെ ഫുള്ള് പഠിക്കും. കുറച്ച് 7ാമത്തെ മിനിറ്റിലാവും വരും ഗൈസ്. അതിത്തിരി ടഫാണ്. അതിനെ നമുക്ക് കേൾക്കുന്നത് ഈശ്വരൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഓക്കെ, സോനെന്താ ഭക്ഷണം കൊണ്ടുവരും നമുക്ക്. താങ്ക് യു ചേട്ടാ, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നോ? അവിടെ വെക്കാനാ? അതിന് പിന്നെ എന്തിനാ വന്നേ നോക്കി? ഡോർ അടച്ചിണ്ടോ? ഡോറുണ്ടോ? ഞങ്ങൾ നോക്കാനും പേടി. ഓൻ എന്താ ചെയ്യാന്നുള്ളത് നോക്കാം. ഇമാജിനേഷൻ തന്നെയാണ് നിൽക്കല്ലോ. പോട്ടെ. പോയോ? ചേട്ടൻ പോയി. അങ്ങനെ ഡോർ തുറന്നു പോകാം. ഇവനെന്താ? ഇവനെ തല്ലാനുള്ള ശക്തിയൊന്നും ഇവനില്ലേ. ഓക്കെ, ലിവറാമോ? ഇതിപ്പോൾ എന്തിനാ? അയ്യോ, ഡോറ് തുറക്കണമെങ്കിൽ ആദ്യം അവിടെ പോകണേ. സ്വിച്ച് ബോർഡ് പോലെ ഡോറ് ഓപ്പൺ. എലവേറ്ററൊക്കെ ഉണ്ട്. എലവേറ്ററിലേക്ക് ഞാൻ ഇപ്പം എങ്ങനെ പോവുക? ഗൈസ്, ഇതെന്തോ വഴി നോക്കട്ടെ ഗൈസ്. ഇതാണ് മാക്സ് എന്ന് തോന്നുന്നു ഗൈസ്. പാവം ചത്തുപോയി. ഓ ഗൈസ്, ഇതെന്താ എലിവേറ്റർ ഗൈസ്. ഇതിപ്പോൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഗൈസ്? ഇപ്പം താഴത്തെ എലിവേറ്റർ. ഇതിപ്പോൾ ഞാനെങ്ങനെ യൂസ് ചെയ്യുക? ഇതിനുള്ള കൂടെ നോക്കാം. ഞാനെങ്ങനെ യൂസ് ചെയ്യൂ? ശരാ
എലവേറ്റർ അനേബിൾ നോ പവർ ഇല്ല ഗായ്സ്. അനേബിൾ ചെയ്യാതെ ഇത് വർക്കൊക്കെ ചെയ്യും, പക്ഷെ പവർ ഇല്ല. ഇനിയിപ്പോൾ ഈ സാധനം ഇവിടെ ഫിറ്റ് ചെയ്യാനാ. ഫസ്റ്റ് എലവേറ്റർ മുകളിലേക്ക് കയറണം, ലിഫ്റ്റ് എലവേറ്റർ. അപ്പോൾ ഞാൻ കറണ്ട് ഇപ്പോൾ എങ്ങനെ വരാനാ? ഇവിടെ എവിടെയും കറണ്ട് മെഷീൻ. ഇത് ഈ വയറൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, അത് മനസ്സിലാവും. ഇതിപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടാവോ? എനേബിൾ ഇല്ല ഗൈസ്, കറണ്ട് വരുന്നില്ല. അതെന്താ സംഭവം മനസ്സിലായില്ല. ഇവിടെ ബൾബ് കലണ്ടറിൽ 14. ഇപ്പം ഞാൻ എന്ത് ചെയ്യുക ഗൈസ്? നമ്മൾ കൺഫ്യൂഷൻ അടിച്ചല്ലോ. കറണ്ട് ഞാൻ അപ്പോൾ ഇവിടെ പോവും. മാക്സിൻ്റെ അടിച്ചല്ലോ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? കൊണ്ട് മോനെ നല്ല ക്രൂരമായി തല്ലിക്കൊന്നത് ഗൈസ്. എന്നിട്ട് അവിടെ പടവും ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന ഗൈസ് നമ്മളും ഇതേപോലെ തന്നെ കുറേ ദിവസം നമ്മൾ എസ്കേപ്പ് ആവാൻ നിൽക്കുമല്ലോ. അപ്പം നമ്മൾ ഇതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ കൊല്ലിന് വെച്ച് നമ്മൾ അവിടെ തേച്ച് വയ്ക്കും. കുറേ നേരം മുമ്പ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നായിൻ്റെ ഒച്ചട്ടി. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇതിന് ഈ ക്യാരക്ടർ മാത്രമല്ല, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. അതിലിപ്പോൾ ലേറ്റസ്റ്റ് തന്നെ മെറ്റൽ 2 ഉണ്ട്. ഓ അല്ല, ഡോർ ഈസ് ക്ലോസ്. എനേബിൾ നോ പവറില്ല ഗൈസ്. അതാണ് എനിക്ക് മനസ്സിലാത്ത പ്രശ്നം. ഞാൻ ഹിൻ്റൊക്കെ ഒന്ന് നോക്കട്ടെ. അയ്യോ ലാഗ് അടിച്ച്, അയ്യാ ലാഗ് പോയി. ലാഗ് ഫുള്ള്. പക്ഷേ ഇപ്പം ഞാൻ എന്ത് ചെയ്യും? ലാഗുമാണ്, ലാഗും ഉണ്ട്. ലേശം 1 മാക്സ് നമ്പർ ഇതാ കണ്ടോ. നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് അത് കണ്ടോ. അതാണ് പാസ്വേഡ് ഈസ് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത്. അതാണ് പാസ്വേഡ്. നമുക്ക് ഇതിൽ വായിച്ചൊക്കെ ഉണ്ട്. My name is Vance. I was at average last night and today I woke up in this early morning. Some cycle closely behind the iron cage and with me. He shocked me, but something decided him and went to the far part of the house. എല്ലാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇലക്ട്രിസിറ്റിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ മാക്സ് അവിടെ ഇലക്ട്രിസിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എലിവേറ്റർ എനേബിൾ നോ പവർ. അപ്പോൾ ഈ വയറൊക്കെ കണക്റ്റാണ്. അപ്പോൾ ഈ സാധനം വലിച്ച് കഴിഞ്ഞാൽ കറണ്ട് വരില്ലേ? നോക്കട്ടെ, ഞാൻ കുറച്ച് നേരം ഒന്ന് ഓഫാക്കി നോക്കാം. നമ്മളെ മൊബൈലിലൊക്കെ എന്തെങ്കിലും ഇപ്രാവശ്യം മനസ്സിലായി. ഓ ഗൈസ്, എനിക്ക് തോന്നുന്നു കുറേ നേരം ആ കറണ്ട് വർക്ക്, പക്ഷെ അതിനുള്ളിൽ ഇവൻ വരുന്നില്ല. അതാണ് ഇപ്പം മനസ്സിലാവാത്ത. അതായത് ഒരു എന്തെങ്കിലും ഒരു ഡോർ ജാമർ, ഡോറിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ വരികരുത്. അയാളാകെ ഒരു പലക കഷ്ണം അങ്ങനെ കുത്തിട. ചേട്ടാ ഒന്നുമില്ല പോപ്പോ. വാർത്തോണ്ട് ഡോർ അടിക്കാൻ പറഞ്ഞു. ചത്തി ചൊപ്പേ മുണങ്ങ. ഫസ്റ്റ് കളിയാണ്. ഓക്കെ, നമുക്ക് ചുറ്റിലും ബ്ലഡ്. ഓ ഒന്നും കൂടെ അയ്യോ ലോക്ക് പേക്ക് തീർന്നു. അപ്പോൾ ഇത് ഒരു ലാസ്റ്റ് ലൈഫ് നമ്മളെ. ഇപ്രാവശ്യം നമ്മൾ എന്തായാലും എലിവേറ്റർ ഡോർ ഓപ്പൺ ചെയ്യുക. എലിവേറ്റർ അപ്പോൾ മോള് വന്നിണ്ടാവണോ തോന്നുന്നു. ഇല്ല, ഒരു ഇഞ്ച് അനങ്ങി ഇതിലായിരുന്നു. ഇവനെ പലകയോ കിട്ടുമോ? ഇവിടെ ഇങ്ങനെ കുറ്റിയിടായിരുന്നു. ഈ പലകെല്ലാം എടുക്കാൻ പറ്റില്ല. പലകെല്ലാം എടുക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ കുറ്റി വെച്ച് കഴിഞ്ഞാൽ സുഖമല്ലോ, പിന്നെ പ്രശ്നമല്ല. പക്ഷെ പലക എടുക്കാനുമില്ല. അയ്യോ എനിക്ക് പേടിയൊന്നും അല്ല. ഇതാവുന്നേ ഞാൻ ഒന്നും കൂടെ ലിഫ്റ്റ് വർക്ക് ചെയ്യണം. അവിടെ ഡോറ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ലിഫ്റ്റ് opening something.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ആലോചിക്കുക ഗൈസ്, അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇവൻ ഈ ക്യാരക്ടറാണോ പറയുന്നുണ്ട് എന്ത് അവിടെ എന്തെങ്കിലും കുറച്ച് നേരത്തേക്ക് ബ്ലോക്ക് എന്തെങ്കിലും വന്നു. ഞാൻ വല്ല യൂട്യൂബിലോ പോയി നോക്കേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യണം.